വീഡിയോ ഓൺ ആണ്. വീഡിയോ നമ്മുടെ ഓൺ. വീഡിയോ Glory to God in the highest, and on earth peace to those on whom his favor rests. Good evening to the Honorable Achins, members and attendees of today's virtual Christmas celebration. It is a momentous occasion for all of us as we are streaming our celebration online for the first time. Let us invoke the Lord's presence in our midst and commence with a prayer. I request Father A.B. M. Chaco Achin to lead us in prayer now. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന മാലാഖമാരുടെ അനേകം ഗണങ്ങളോട് ചേർന്ന് നമുക്കും ആ ദൈവപുത്രന്റെ ജനനത്തിനായി കാത്തിരിക്കാം. മാനുഷികമായ സകല ബുദ്ധികളെയും കവിയുന്നതായ ദൈവിക ജ്ഞാനം കൊണ്ട് നമുക്ക് നിറയാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീത സന്ധ്യയ്ക്കായി സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം ഞങ്ങളിൽ നിന്ന് കടന്നു പോകുന്നു. അങ്ങയുടെ തിരുജന്മത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും അങ്ങനെ ഉള്ളെങ്കിൽ ഞങ്ങളെ വഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇടവകയായി, വ്യക്തികളായി, കുടുംബങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവൻപാക വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ജ്ഞാനമോ ഒന്നും യോഗ്യതയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളെ വിളിച്ച് വേദനിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇപ്പോൾ ഞങ്ങൾ തിരുവൻപാക തലകളെ വണക്കിയിരിക്കുന്നു. ഈ ജന്നത്തിന്റെ ആ തിരുജനത്തിന്റെ സന്തോഷം പങ്കിടുവാൻ, ഇടവകയോട് ചേർന്ന് പങ്കിടുവാൻ അനുവദിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത് നേതൃത്വം നൽകുന്ന അഭിഷിക്തനെയും കുടുംബമായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളായി നിറയ്ക്കണമേ. അങ്ങയുടെ തിരുജനനത്തിന്റെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം അങ്ങയുടെ തിരുജനനം ഞങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും സാധ്യമാകുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ നിലങ്ങളെ അതിനുവേണ്ടി അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഇടവകകൾ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സമൂഹം അതിന് തക്കവണ്ണം ഒരുങ്ങുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് നാഥ ഈ മഹാവ്യാധിയുടെയും മഹാമാരിയുടെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ നാഥ അങ്ങയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ തിരുജനത്തിന് സന്തോഷം പങ്കിടുമ്പോൾ സൗഖ്യത്തോടു കൂടി ചേർന്ന് അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കാത്തു പരിപാലിച്ചാട്ട് ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവകയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കൃപയോടെ കാത്തു പരിപാലിക്കണമേ. സാക്ഷ്യമുള്ള സമൂഹമായിരിക്കുവാൻ അങ്ങ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെയും പിതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ ഇടവക സഭയെ നയിക്കുവാൻ ആവശ്യമായ എല്ലാ കൃത്യമായ ചിന്തകളും ആലോചനകളും അങ്ങയുടെ ആലോചനകൾ പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് ഈ സന്ധ്യയിൽ അങ്ങയുടെ തിരുജനത്തിന്റെ സന്തോഷവും അങ്ങയുടെ തിരുജനത്തിന്റെ സന്ദേശവും ഞങ്ങൾക്ക് പകർന്നു തരുന്ന പ്രിയപ്പെട്ട അജീച്ചനെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദാസനയിൽ നിറയണമേ. അങ്ങേക്ക് വേണ്ടി നാഥ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം തിരുജനത്തിന്റെ വലിയ സന്തോഷം, സദ്വർത്തമാനം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് അഭിഷേകത്തിന് നൽകണമേ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി ക്രമീകരിക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെ കൂടാരങ്ങളിൽ അങ്ങ് വസിപ്പിക്കണമേ. ആദ്യം അങ്ങ് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. Thank you very much, ABHF, for leading us in prayer. On a loving note, let me acknowledge that we feel home every time ABHN says a word of prayer because he belongs to the St. George family. So thank you very much. Thank you again, Acha. The God's word is our beacon of light. I request an enthusiastic member of MGOCism, Jisha, to read the Bible. Reading from Gospel of St. John, chapter 1, verses 1 to 18. In the beginning was the Word, and the Word was with God. The Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shines in darkness, and the darkness overcame it not. There was a man sent from God, whose name was John. The same came for witness, to bear witness of the light,
that all men through him might believe he was not that light, but was sent to bear witness of that light. That was the true light that lights every man that come unto the world. He was in the world, and the world was made by him, and the world knew him not. He came unto his own, and his own received him not. But as many as received him, to them gave he power to become the children of God, even to them that believe on his name, who were born not of blood, nor of the will of the flesh, nor of the will of the man, but of God. And the Word was made flesh, and dwelt among us. And we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. John bore witness of him, and cried, saying, This was he of whom I spoke. He that comes after me is before me, for he was before me. And of his fullness have all we received, and grace for grace. For the law was given by Moses, but grace and truth came by Jesus Christ. No man has ever seen God at any time. The only begotten Son, who is in the bosom of the Father, he has declared him. Amen. Thank you, Jisha, for enlightening us with the God's word. I will sing to the Lord all my life. I will sing praise to my God as long as I live. Psalms chapter 104, verse 33. Please lend your ears as the singers of our church are here to sing a glorious song to stimulate your senses. I have a small note to make. Some of you may witness in some kind of stuttering as the video is playing because network issues, because the levels of network are different at different places. So please adjust. And thank you very much to Mellifluous Singers for the lovely song led by our talented Kochama. Now I would like to call upon a zestful member of the church, our beloved Vinita Auntie, to render the welcome address. Good evening, one and all. So I'm being here to give the welcome address. Every festival we celebrate is to bring people together with one heart and soul and share the joy of being together. As we celebrate Christmas amidst a pandemic, it's a season of sharing the joy, peace, and things with a lot of limitations. It's usual for all the members of St. George Orthodox Syrian Church to come together and celebrate Christmas with a little difference this time. We are going virtual, which is the new normal. There is no name so sweet on earth
No name sweet in heaven, the name before the wondrous birth of the Christ Xavier. It is Christmas in the heart that puts Christmas in the air. On behalf of St. George Orthodox Syrian Church, Ramalingapuram, to mark this day memorable to each of us, I have great pleasure in inviting our beloved Achins, Reverend Father Aji Varghese Achin, Vicar, St. Thomas Mount Orthodox Syrian Church, Purdivakam. He's a native of Nedimankavu Kudal, Pathanamthitta. Achin is a council member of the Madras Diocese. So happy to welcome you, Acha, for this. We also have with us our very own Ebi Achin, Ebi M. Chaco Achin. No introduction to be given. He's a son of our church. Welcome you, Acha, for this event. And our very own beloved Vicar, Reverend Father Josh B. Achin. We feel proud and blessed to welcome each of you for this event. Hearty welcome to the Secretary, Trustee, Managing Committee members, and all our dear and near ones, our Martha Maria Samajam Group, MGOCSM, Sunday School teachers and students. Once again, take this opportunity on welcoming each of you together to make this event, or the virtual event, a very memorable one. Wish you all a very, very happy Christmas and a blessed New Year. Thank you. Thank you very much, Vinita Aunty, for rendering an eloquent and warm welcome address. As you said, Christmas is indeed a festival that brings us together and share the love, the gift of love. Despite the pandemic, it is truly a remarkable blessing that we are able to connect virtually. Let's praise God for enabling us to connect. An integral part of the church is the Sunday school because Jesus loves children. In fact, Jesus tells us how to receive the God's kingdom, similar to how children receive in order to enter the kingdom of God. Let's render our ears to listen to a song from the St. George Sunday School. Thank you, dear little ones, for the sensational song. We were enthralled to listen to the lovely voices singing praise to the Lord as we celebrate the birthday of our loving Lord.
Christmas reminds us of a lot of things. It is indeed the amalgamation of many constituents that contribute to the beauty of Christmas. But do we know the significance of the constituents of Christmas? Well, let's watch a little presentation from the Sunday school to know more about what constitutes to the distinctness of Christmas. Be to the Triune God, respected Achans, children, and all my beloved church members. Greetings to all in the name of our Lord Jesus Christ. Christmas is celebrated by people around the world, especially Christians. It is a time when family and friends come together and remember the good things they have. Popular customs include exchanging gifts, decorating the Christmas trees, attending church and sharing meals with family and friends, and of course, waiting for Santa Claus to arrive. The significance of Christmas is known to people all over the world, though it is true that Christmas is celebrated as the day of the birth of Christ into this world. Yet it also symbolizes a very significant truth of the spiritual life. Jesus Christ is the personification of divinity. He was born at a time when ignorance, superstition, greed, hatred, and hypocrisy prevailed upon the land. In the midst of all these conditions, Christ was born and worked a transformation in the lives of people. He gave a new and a spiritual turn to the lives of man. There came a change upon the land. People started upon a new way of life. Thus, a new era dawned for the world. Christmas festival centers around various popular traditions. The most popular tradition of decorating Christmas tree is followed with great excitement by people across the world. A Christmas tree adorned with ornaments and lights are the centerpiece of the festive season. Evergreen trees and plants have been used to celebrate the winter season for 1,000 years. The idea of bringing evergreen into the house represents fertility and the darkness of the winter. Thank you. Christmas celebrations are never completed without Christmas tree. Also referred to as nativity scene or manger scene, Christmas tree represents how Jesus was born. It exhibits figures that represents infant Jesus, his mother Mary, and Joseph. Oh wow, what is it? Oh, it's a Christmas tree. Yeah, you're right. Jyotsna, Yes? can you tell me who gifted us this Christmas wreath? Yes. This is a Christmas gift from our Santa Claus. Yes, you are totally right. Jyotsna, now tell me the importance of Christmas wreath during the Christmas. Christmas wreath. Wreath adds beauty and color to the season. But Christmas wreath means more than just a splendor. You are right. According to the Britannica Encyclopedia, the Christmas wreath is an ancient status of symbol. It is made up of bay laurel, pine, herbs and flowers. It's very interesting to listen. And ancient Romans wore crowns of laurel wreaths to
power and were often done by the kings. Even then, each Christmas wreath material has something really specific in their meaning. Let us start with the circle. Traditional wreaths are in the form of the circles. These circles have numerous meanings. The best example for this is the eternal presence of God with no beginning and no ending. And the cycle of the season from spring to winter, eventually spring again. The hope of life renewing itself. The hope of the eternal life through the Jesus Christ, the Savior. The unending love of God. The early wreaths were made up of evergreen materials. These evergreen materials in general representing continuity and thus survival through the difficult times. However, each evergreen has a specific meaning in itself. For example, the holy represents the crown of thorns worn by Jesus Christ during the crucifixion. Pine, holy, you symbolize the eternal life, and cedar stands for healing. The laurel especially represents the conquest of our pain and suffering. And also the pine cones and the nuts represent the birds and the river. You know what is this? This is stockings. I am going to hang it for Santa. You drop gifts for me. Bye. I'm going to sleep. Candles signify love, passion, light, prayer, and hope. The candlelight represents the Lord Jesus Christ, who is the light of the world and guides us away from darkness. The candle represents spirituality, devotion, faith, longing, a life devoted to a spiritual passion or aspiration. The melting candle symbolizes human life as melting away with each passing day. In all of them, the candle was lit each week to symbolize Christ's coming, a ray of hope. Candy canes. The traditional red and white strip candy cane represents the staff of the Good Shepherd, meaning Jesus is the shepherd of man. The white color of the staff symbolizes the pure and sinless nature of Jesus Christ. The red strips represents the pain and suffering Jesus had endured on the cross before his death on the cross. An inverted candy cane looks like the English alphabet J, which stands for Jesus, who is the reason for this session. Thank you. Vibrantly color was on the Christmas tree. It was the spirit. The circular shape is representative of heaven and reminds us of jewels descending from heaven. Bless our moon and earth. They act as a link between heaven and earth. And the clappers of the bell represent communication between God and humanity. They are rung to announce the arrival of the season, to proclaim the birth of Christ. Thank you. Pine cones are weekly used decorative items for Christmas to decorate the trees or a table centerpiece. On one hand, pine cone symbolize secrecy as they are roasted. However, they also symbolized the unit of a blood or a chosen family. Merry Christmas. Lights. Christmas lights are a fabulous way to bring a touch of celebration. Light symbolizes the light that Jesus Christ casts upon the lives of people. Christmas lights are a big part of holiday season. As December rolls down, we can see stands of lights everywhere on Christmas trees, shops, houses, and roofs. With the invention of light, people started to use red, blue, and white lights to light up this Christmas holiday season. Glory to God in the highest.
The shepherds were the first to experience Jesus. The shepherds also represent for us the picture of the far-reaching nature of God's love. I wish you a Merry Christmas and a Happy New Year. Thank you. Thank you. Mary, did you know that your baby boy would one day walk on waters? Mary, did you know that your baby boy will save our sons and daughters? Carols has the word carol meaning a joyful song. Such as carols bring us together. The sense of exaltation and synchronization that a perfect singing voice can produce heightens the spirit of Christmas. We wish you a Merry Christmas and a Happy New Year. You're welcome. Jingle bells, jingle on the way. I'm St. Nicholas from Turkey, popularly known as Santa Claus. Oh, I don't have time to deliver gifts to all my dear ones. Jingle bells, Jesus is a truly remarkable event in history. It signifies hope, truth, love, peace, joy, and the manifestation of God's plan. Our loving God sent His only Son to this cruel world so that He could pay the price for our sins. Through the sins of Adam and Eve, we have all inherited that sin. The only way to salvation is our Savior, Jesus Christ. This year has been truly challenging for us. However, we can truly be happy at Christmas. No matter what may be happening, we can know that we are His children. This is the time to invite Jesus into your heart. May the spirit of Christmas bring goodness, love and hope in you. Rejoice, for Jesus is the reason for the season. Merry Christmas. Thank you very much, dear Sunday school students, for the insightful presentation. An indelible part of the church is the contribution of our dear Achin, whose prayer and guidance is integral towards the successful execution of any program or event. Now I call upon the Vicar of St. George Orthodox Syrian Church, Father Josh B. Achin, for the presidential address. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അജിയച്ചൻ, ബഹുമാനപ്പെട്ട എബിഎം ചാക്കോ അച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വളരെ സന്തോഷം തോന്നുന്നു. ഈ വർഷം നമ്മൾക്ക് ഫിസിക്കലായിട്ട് ഒരു ക്രിസ്മസ് ഈവന്റ് കൂടുവാൻ തക്കവണ്ണം സാധിച്ചില്ല എങ്കിൽ പോലും ഒരുമിച്ച് നമ്മൾക്ക് വെർച്വലായിട്ട് ഓൺലൈനായി ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തെ ആദ്യമായിട്ട് സ്തുതിക്കുകയാണ്. ഈ ഈവന്റിന് ഒരു ഐഡിയ തന്നത് നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് അങ്കിളാണ്. ഐഡിയ കേട്ടപ്പോൾ തന്നെ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ഏതായാലും ഈ രീതിയിൽ കൊണ്ടുവന്നു. ഞാനിപ്പോൾ നമ്മുടെ ക്രിസ്മസ് സൺഡേ സ്കൂൾ കുട്ടികളുടെ ക്രിസ്മസ് ഈവന്റ് കാണുകയായിരുന്നു. ഓരോ ക്രിസ്മസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ അതിൻ്റെതായ ചില ഓരോ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ അവരെ വിവരിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്തത് എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ഇടവകയുടെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ അത് ലോക്ക്ഡൗൺ ആരംഭിച്ചിട്ട് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഓൺലൈനായിട്ടുള്ള പല പരിപാടികളും ചെയ്തിരുന്നു. പ്രത്യേകമായിട്ട് ഓൾട്ടർനേറ്റ് വീക്സിൽ നടക്കുന്ന
പ്രയർ മീറ്റിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ആത്മീയമായിട്ടുള്ള ശക്തി പകരുന്ന കാര്യം. എല്ലാ ഓൾട്ടർനേറ്റ് വീക്സിലും നമ്മുടെ ഇടവകയിലെ പ്രയർ മീറ്റിംഗ് അത് ഓൺലൈനായിട്ട് സൂം വഴി കഴിഞ്ഞ 6-7 മാസമായിട്ട് ഭംഗിയായിട്ട് നടത്തി വരുന്നു. ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മുടെ ഇടവകയുടെ MGOSism ആൻഡ് യൂത്ത് യൂണിറ്റ് അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യുവിന്റെ നേതൃത്വത്തിലാണ്. അത് ആദ്യം അദ്ദേഹത്തിന്റെ ഐഡിയയും അതുപോലെ ആ യൂത്തിന്റെ ഐഡിയയുമാണ്. ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അത് ഏറ്റെടുത്ത് എല്ലാ ഓൾട്ടർനേറ്റ് വീക്സിലും വളരെ ഭംഗിയായിട്ട് പ്രയർ മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം ഇടവന്നു. ഈ കഴിഞ്ഞ 2 സൺഡേ മുമ്പ് പോലും വളരെ ഭംഗിയായിട്ട് പ്രയർ മീറ്റിംഗ് നടന്നു. ഒരിക്കൽ നമ്മുടെ ABM ചാക്കോ അച്ഛനും പ്രസംഗിച്ചിരുന്നു. വളരെ സന്തോഷകരമായിട്ടും ഉള്ള ഒരു വേളയാണ് ഇപ്പോൾ. ഈ വർഷം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എങ്ങനെ നമുക്ക് ക്രിസ്മസ് ഒരു ഈവന്റ് കൊണ്ടാടുവാൻ തക്കവണ്ണം സാധിക്കും. കരോള് സാധിക്കുകയില്ല, ഭവനങ്ങളിൽ കരോൾ പോകാനിടെ പ്രയാസമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരവരുടെ ഭവനങ്ങളിൽ ഓരോ ഭവനങ്ങളിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശം എത്തിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു വെർച്വലായിട്ടുള്ള ഒരു ഐഡിയ വരികയും നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക സംഘടനകൾ വളരെ ഭംഗിയായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം അവര് പ്രയത്നിച്ചു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 2 വൈദികരാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ABM ചാക്കോ അച്ഛനാണ്. അച്ഛൻ ഓപ്പണിംഗ് പ്രയറിലൂടെ ഈ പ്രോഗ്രാമിന്റെ തുടക്കമിട്ടു. നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട അജി അച്ഛനാണ്, അജി വർഗീസ് അച്ഛൻ. അച്ഛൻ സെന്റ് തോമസ് മൗണ്ട് ഇടവകയുടെ കുഴുതിവാക്കം ഇടവകയുടെ വികാരിയും നമ്മുടെ മദ്രാസ് ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗം കൂടെയാണ് ബഹുമാനപ്പെട്ട അജി അച്ഛൻ. അജി അച്ഛൻ എനിക്ക് തൊട്ട് സീനിയർ ആയിട്ടാണ് സെമിനാരിയിൽ പഠിച്ചത്. ഞങ്ങൾ നാഗ്പൂർ സെമിനാരിയിലായിരുന്നു, അച്ഛൻ കോട്ടയം സെമിനാരിയിലായിരുന്നു പഠിച്ചത്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ബാച്ച് ഒരു 6 മാസക്കാലം കോട്ടയം സെമിനാരിയിൽ പഠിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അജി അച്ഛനൊക്കെ ചെമ്മാച്ചന്മാരായിരുന്നപ്പോൾ ഞങ്ങള് ബ്രദേഴ്സ് ആണ്, ഞങ്ങൾ 3rd ഇയർ ആണ്, അവർ 4th ഇയർ ആണ്. ഒരുമിച്ച് 1-2 ക്ലാസ്സുകളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുവാനൊക്കെ കൊണ്ട് സാധിച്ചു. എന്റെയും അജി അച്ഛന്റെയും ഈ താടി കാണുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു വലിയ വ്യത്യാസം തോന്നിക്കും. എങ്കിൽ പോലും സെമിനാരിയിലെ പഠനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അക്കാഡമിക്കലി ഞങ്ങൾ വെറും 1 വർഷത്തിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷത്തോടെ പ്രിയ അജി അച്ഛനെ ഈ ഒരു വെർച്വൽ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഇടവകയുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നതോടൊപ്പം അച്ഛനും ഫാമിലിയും ഉണ്ടെന്ന് തോന്നുന്നു നമ്മളോടൊപ്പം. പ്രത്യേകമായിട്ട് വളരെ സന്തോഷമുണ്ട് അച്ഛന്റെ സാന്നിധ്യം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ ആളുകൾ മാത്രമല്ല, മറ്റു ഇടവകയിൽ നിന്ന് HVF ഇടവകയിൽ നിന്നും അതുപോലെ നമ്മുടെ ഇടവകയിലെ ഫാമിലീസിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുകയാണ്. അബുദാബിയിൽ നിന്ന് ബെന്നി ഫിലിപ്പ് ചായനും കുടുംബവും ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോഴും വളരെ സന്തോഷമുണ്ട്. അവരെ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുവാൻ കൊണ്ട് സാധിച്ചത്. ഇത് വെർച്വൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക സംഘടനകൾ, സൺഡേ സ്കൂൾ, യൂത്ത് അംഗങ്ങൾ, മർത്തമറിയ സമാജം അംഗങ്ങൾ, അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ നല്ലൊരു പരിശ്രമത്താലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഇടയാക്കിയത്. അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കിപ്പോൾ ബഹുമാനപ്പെട്ട അജി അച്ഛനിൽ നിന്ന് ക്രിസ്മസിന്റെ സന്ദേശം നമ്മൾക്ക് കേൾക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആരംഭിക്കട്ടെ അച്ഛ. താങ്ക് യു. ദൈവം കർത്താവിൽ പ്രിയ ജോൺ ജോഷ് ബി അച്ഛൻ, ABM ചാക്കോ അച്ഛൻ,
ഈ വെർച്വൽ കരോൾ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന, ക്രിസ്മസ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹിതരുമേ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇന്റർനാഷണൽ പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാവുന്നതാ. ആദ്യം തന്നെ ഇതിന്റെ ഒരു പ്രിവിലേജ് ജോർജ് കുടുംബത്തിന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കുചേരുവാൻ സാധിച്ചത് എന്റെയും ഈ വർഷത്തെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തീർച്ചയായിട്ടും ജോഷുവച്ചനിൽ നിന്നുള്ള ഒരു പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പരിശ്രമം ഏറെ ശ്രദ്ധേയമാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമും കൊയറിന്റെ അതിമനോഹരമായ പാട്ടുകളും, പ്രത്യേകിച്ച് അച്ഛനും കൊച്ചമ്മയും നല്ല പാട്ടുകാരാണ്. അതുപോലെ തന്നെ മോനാണെങ്കിലും ആ തലത്തിൽ ശ്രദ്ധേയമായിട്ടാണ് ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെ പാട്ടുകാരുടെ ഒരു കുടുംബമായിരുന്ന അച്ഛന്റെ നേതൃത്വവും അതിനെ പിൻപറ്റുന്ന ഒരു യുവജന പ്രസ്ഥാനവും ഭരണസമിതിയെയും ഈ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ശ്ലാഘിക്കുന്നു. പ്രത്യേകിച്ച് BM ചാക്കോ അച്ഛന്റെ സാന്നിധ്യവും ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ജോഷ് ബി അച്ഛൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരേ കാലഘട്ടങ്ങളിലൊക്കെ സെമിനാരിൽ പഠിക്കുകയും BM ചാക്കോ അച്ഛൻ കുറച്ചുകൂടെ ജൂനിയറാണ് എങ്കിലും അച്ഛൻ ഇരുന്ന പള്ളികളിൽ ഞാനിരുന്ന പള്ളികളിൽ അച്ഛനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നത് കൊണ്ട് ആ ഒരു ബന്ധവുമുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ധ്യയിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷമാണ്. പ്രകൃതി പോലും ഒരു കുളിർമ തരുന്ന നിമിഷമാണ്. എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും വിഭിന്നമായി ദൈവം പിറക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് വലുത് തന്നെയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവനും ഡെക്കറേറ്റ് ചെയ്ത് അത് നക്ഷത്രങ്ങൾ, വിളക്കുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ ആഭരണങ്ങൾ കൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ചൈതന്യം നിറഞ്ഞ രാത്രികളാണ് കാണുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നഷ്ടബോധം കൂടി തിമിർപ്പിലൊക്കെ നിൽക്കുന്ന നിമിഷങ്ങളിൽ ഇന്ന് വീടുകളിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു സങ്കടമുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു വെർച്വൽ പ്രോഗ്രാമിൽ കൂടി അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം തന്നെ. സത്യത്തിൽ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ അലങ്കരിക്കുന്നതിന്റെ അർത്ഥം നമുക്കൊക്കെ പരിചിതമാണ്. 3 വിദ്വാൻമാർ അവർ അന്വേഷിക്കുകയാണ്, ഒരു രാജാവ് പിറന്നതിനെ അന്വേഷിക്കുന്നു. അവർക്ക് വഴികാട്ടിയ ഒരു നക്ഷത്രമാണ്. ആ വഴികാട്ടിയായ നക്ഷത്രത്തെ അവർ പിൻപറ്റുമ്പോൾ എവിടെയാണോ നക്ഷത്രം നിശ്ചലമായത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കുമ്പോൾ നാമും ലോകത്തോട് പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അച്ഛാ? ക്ലിയർ? ഓക്കെ. നാമും ലോകത്തോട് പറയുകയാണ്, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു, ഉണ്ണിയേശു ഇവിടെയും പിറന്നു എന്ന് സാക്ഷിക്കുകയാണ്. അതാണ് നമുക്ക് ലോകത്തിന് കൊടുക്കുന്ന സ്റ്റാർ നമ്മൾ ഭവനങ്ങളിൽ ഇടുമ്പോൾ അതിന്റെ അർത്ഥം. ദൈവം യേശു കുഞ്ഞ് ഇവിടെയും ജനിച്ചു എന്ന് നാം നമ്മളെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഓരോ സ്റ്റാർ ഇടുന്ന ഭവനവും ചിന്തിക്കേണ്ടത് പ്രസൻസ് ഓഫ് ഗോഡ് എന്നുള്ളത് സങ്കല്പമാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു എന്നുള്ളതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയല്ല സ്റ്റാർ നമ്മൾ ഇടുന്നത്. എന്നാൽ ഇതിൽ വ്യത്യസ്തമായ ഒരു ചിത്രമുണ്ട്. നമുക്ക് ബേത്ലഹേമിലേക്കൊന്ന് ചെന്നാൽ അവിടെ ആദ്യം ഹെറോദാവിന്റെ കൊട്ടാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൊട്ടാരം സുരക്ഷിത, 4 ചുറ്റും മതിലുകൾ കൊണ്ട് കെട്ടി എല്ലാ സൈന്യങ്ങളും അണിനിരക്കുന്ന സുരക്ഷിതത്വം എത്തി നിൽക്കുന്ന കൊട്ടാരത്തിൽ പക്ഷെ രാജാവ് മാത്രം അസ്വസ്ഥനാണ്. കാരണം രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. രാജാവിന് കിടന്നാൽ ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തതെന്ന് ചോദിച്ചാൽ കിഴക്കുന്ന പിറന്നിരിക്കുന്നു. അത് കേട്ട മാത്രയിൽ ഈ പറയുന്ന പോകുമോ എന്നുള്ള അസ്വസ്ഥതയിൽ തനിക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം
നിറഞ്ഞു നിൽക്കുന്ന രാജകൊട്ടാരം അസ്വസ്ഥമായിരിക്കുന്നു. എന്നാൽ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് ബേത്ലഹേമാണ്. നമുക്കറിയാം ദൈവമുള്ള സ്ഥലം സ്വർഗം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഇന്ന് വീട് തുറന്നൊന്ന് വെളിയിൽ ഇറങ്ങിയാൽ ചെന്നൈയിൽ കൊതുകും അതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ പലതുമുണ്ട്. ഒരു കാലിത്തൊഴുത്തിൽ ഇതിനേക്കാൾ പ്രയാസങ്ങളാ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കാലികളുടെ മണവും ഗന്ധവും ഒക്കെ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സുരക്ഷിതത്വം കൊണ്ട് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രാജകൊട്ടാരമെങ്കിൽ കാലിത്തൊഴുത്ത് കിടക്കുന്ന തുറസായ ഒരു സ്ഥലം, ആർക്കും കടന്നു വരാം. അവിടെ ആട്ടിടയന്മാർ വരുന്നു, അവിടേക്ക് വിദ്വാൻമാർ കടന്നു വരുന്നു, മാലാഖന്മാരുടെ ഗാനം കേൾക്കുന്നു. സർവരാലും കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും അനുഗ്രഹമായ സ്ഥലം. ഇവിടെ യോസഫും മേരിയും വളരെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് കുഞ്ഞു പിറക്കുവാൻ തക്കവണ്ണം വാതിലുകൾ മുട്ടി വിളിച്ചു എങ്കിലും ഒരു വാതിൽ തുറന്നില്ല എങ്കിലും കുഞ്ഞിന്റെ മുഖം കണ്ട നിമിഷം മുതൽ അവർ സന്തോഷമാണ്. കാരണം മാലാഖമാരുടെ പാട്ട് കേൾക്കുകയാണ്. രണ്ട് തലങ്ങളാണ് കാണുന്നത്. ഒന്ന് സമ്പന്നതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഈ കാലിത്തൊഴുത്തും. അവിടെ പറയുന്നു മേരിയുടെ ഉടയാടകൾ കീറി ആണ് ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, സമ്പത്തിന്റെ ഔന്നത്യമല്ല, ദൈവത്തിന്റെ സ്ഥാനമാണ് നമ്മൾ സംതൃപ്തിയും സ്ഥാനവും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയാലും ഏറ്റവും ശ്രേഷ്ഠമാണ്. പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രായമുള്ളവർക്കറിയാം, മണ്ണെണ്ണ ചുറ്റും ഇരുന്നു കൊണ്ട് അത്തിച്ച് ചുറങ്ങിയാൽ അത് നന്നായി വാങ്ങും. ഇന്ന് AC ഇട്ട് കിടന്നൊരു ഉറക്കം ലഭിക്കുന്നില്ല. വ്യത്യാസമാണ്, നാം. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നതാണ് നമ്മുടെ വീടുകളിൽ ബോധ്യം നമുക്ക് ദേഷ്യെടുക്കുവാൻ ഉള്ളിലേക്കാക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. ദേവാലയം, ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട് ഏദൻ പറുദീസകളിൽ മണ്ണിന് രൂപം കൊടുത്ത് മനുഷ്യനായിട്ട് രൂപപ്പെടുത്തി. എന്നിട്ട് തമ്പുരാൻ ആ രൂപപ്പെടുത്തിയ മനുഷ്യൻ എന്ന് പറയുന്ന രൂപത്തിന്റെ മുഖത്തേക്ക് ചുണ്ടുകൾ അമർത്തി. നമ്മൾ പറയും ശ്വാസമൂതി എന്നൊക്കെ പറയും. അതിനേക്കാൾ അപ്പുറം നമുക്ക് കുറച്ചുകൂടെ സന്തോഷം തരുന്ന സങ്കല്പം, എപ്പോഴാണ് യഹോവയായ ദൈവം മനുഷ്യരൂപത്തെ ചുംബിച്ചത്, അപ്പോൾ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയായി തീർന്നു, മനുഷ്യനായി തീരുകയാണ്. അതാണ് സത്യത്തിൽ ദേവാലയം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്ഥാനമുണ്ട്. നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ സങ്കല്പം ക്രിസ്മസ് പറ്റുന്നത് പറയുന്നത് സത്യത്തിൽ ഇത് ഒരു വലിയ സങ്കല്പമാണ്. അതായത് ദൈവം, പിതാവാം ദൈവം മനുഷ്യനെ ഒത്തിരി സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടാണ് സ്വന്തം പുത്രനെ മനുഷ്യനായിട്ട് തന്നെ ഈ ലോകത്തിലേക്ക് വിട്ടത്. അപ്പോൾ സമ്മാനം ഇത് നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ ഗ്രീറ്റിംഗ്സുകൾ പകരാറുണ്ട്. സമ്മാനം ഏതാണെന്ന് പലർക്കും പല അഭിപ്രായമായിരിക്കും. സമ്മാനം എന്താണെന്നുള്ളത് നമ്മൾ നമുക്ക് തരും എന്നോ ചെറിയ തോതിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യും. സത്യത്തിൽ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മെ തന്നെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ആ ഓരോ ജീവിതത്തിലും മറ്റാർക്കു വേണ്ടിയെങ്കിലും ഹോമിക്കപ്പെടുന്ന ഒരു ജീവികൾ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു. ഒരു മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മെ തന്നെയാണ്.
ഒരു നല്ല ഭർത്താവ് എന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടി നല്ല ഒരു ഭർത്താവായി നാം തീരുകയാണെങ്കിൽ, ഒരു ജീവിത പങ്കാളിയായി തീരുകയാണെങ്കിൽ, അതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. ഒരു മക്കൾക്കും നല്ല ഒരു അപ്പനായി രൂപാന്തരം അത് തന്നെ സമാധാനത്തിന്റെ മക്കളായി നാം ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്നും ആശിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ ക്രിസ്തു നിങ്ങളോട് ചെയ്ത് പറയുന്നു, നമ്മളിൽ ഉരുവാകട്ടെ. 2, നമ്മെ തന്നെ നമുക്ക് പുൽക്കൂട്ടിൽ നിൽക്കുമ്പോൾ 3 കാര്യങ്ങൾ ആളുകളെ ഒന്ന് എടുത്ത് പെട്ടെന്ന്. ഒന്ന്, മറിയമിനെ കുറിച്ച് നമ്മൾ ദൈവത്തെ വഹിച്ചവളാണ് ദൈവം. അറിയാം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന മാതാവിനെ കുറിച്ച് നമുക്ക് പറയാം, ദൈവത്തെ വഹിക്കുന്നവൾ എന്ന് നമുക്ക് സങ്കല്പിക്കാം. തിയോളജി അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കുറെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നാം ഓരോരുത്തരും കൂടി ദൈവത്തെ വഹിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ വഹിക്കുന്നവരാണ്. അണ്ടാമെന്നത് യൗസേപ്പാണ്. പിതാവ് എന്ന് ചോദിച്ചാൽ വളർത്തുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ ഉരുവാകത്തെ വളർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഏറ്റവും ശ്രേഷ്ഠമായി. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, 12 വയസ്സാകുമ്പോൾ ഈ യേശു കുഞ്ഞ് വളർന്ന് 12 വയസ്സിൽ ദേവാലയത്തിൽ ചെന്നതിന് ശേഷം അവിടെ കാണാതാകുന്നുണ്ട്. തിരികെ വരുന്ന അപ്പനോടും അമ്മയോടും പറയുന്ന ഒരു ചോദ്യം ഉണ്ട്, ഞാൻ എൻ്റെ അപ്പനത്തിൽ വസിക്കണ്ടേ? ഒരു അപ്പൻ ദൈവത്തെയും കൊണ്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യൗസേപ്പ് പിതാവിന് ആ യേശു കണ്ടിരുന്നു. അപ്പനായിട്ടും നമ്മുടെ പിതാക്കൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ കാണുന്ന മുഖത്താണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്കുകളിൽ കൂടി ദൈവശബ്ദം കേൾക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തെ വളർത്തേണ്ട ദൗത്യവും നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. 3-ാമത് കാണുന്നത് വിദ്വാൻമാരാണ്. വിദ്വാൻമാർ ദൈവത്തെ സംരക്ഷിച്ചവരാ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഈ പറയുന്ന വിദ്വാൻമാർ വന്ന അവിടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരികെ വന്ന ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ചേതോ വികാരം തിരിച്ചറിയുന്ന ഈ വിദ്വാൻമാർ അവിടെ കാണുന്നത് ആ യേശു കുഞ്ഞുവിനെ വധിക്കുവാൻ കാത്തിരിക്കുന്ന ഹെരോദാവിന്റെ കയ്യിലെ തമ്പുരാനെ സംരക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതവും തമ്പുരാനെ കാണുമ്പോൾ പറയണം, ഇത് ദൈവത്തെ വഹിക്കുന്ന വ്യക്തമാണെന്ന് പറയണം. ഓർക്കുക, 3 സങ്കല്പങ്ങളാണ് ഉള്ളത്. ദൈവത്തെ കയ്യിൽ വഹിക്കുന്ന മറിയമ്മ, ദൈവത്തെ വളർത്തുന്ന യോസഫും, ദൈവത്തെ സംരക്ഷിക്കുന്നവന്മാരും. നമ്മുടെ ഈ ക്രിസ്മസ് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് ഒന്ന് ദൈവസാന്നിധ്യം, മറ്റൊന്ന് നമ്മെ തന്നെ സമ്മാനങ്ങളും ക്രിസ്മസ് സമ്മാനങ്ങൾ അതിനോട് ചിന്തിച്ചത് വളർത്തുന്ന സംരക്ഷിക്കുന്ന ജീവിതം നമുക്ക് നയിക്കാം. ഈ ഒരവസരം തന്ന ജോഷ് പി അച്ഛനുള്ള എല്ലാ സ്നേഹാദരവുകളും അർപ്പിച്ചുകൊണ്ട് അല്പസമയം നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസും പുതിയ വർഷം കോവിഡും മഹാമാരിയും ഒക്കെ മാറ്റപ്പെട്ട് സമാധാനത്തോടുകൂടി ആരാധനയ്ക്ക് എത്തിച്ചേർന്ന നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമാധാനത്തിന്റെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. Thank you very much, Aji Acha, for giving us a wonderful sermon.
So as you said, ദൈവം നമ്മളെ ചിരിക്കാനും ചിന്തിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. That was a wonderful message, Acha. And I would like to stress upon 3 points that Achan told in particular. Mary gave birth. It was Mary who gave birth to Joseph, and it was Mary who gave birth to Jesus, and it was Joseph who took care of Jesus, and it was the shepherds who also took care of Jesus. So thank you very much for giving us this lovely message. Your sermon is indeed a gift for Christmas, Acha. So thank you very much. Now let's listen to another delightful song from the Sunday school to liven the evening. Thank you very much, dear Sunday school students, for the fabulous song. We are thrilled. An indestructible part of the St. George family is the Martha Mariam Vanida Samajam. Their contribution, prayer, and sound guidance has always been instrumental in our church's growth. Today, they are here to present a story in a quirky and creative way. Let's see what they have in store for us. It is that time of the year again. December is here, and with all the joys of Christmas. For many, Christmas in 2020 may not necessarily be the season of frolic and joy. However, as the children of God, we can cherish the privilege of God's love and celebrate the birth of our dear Lord Jesus Christ. Now, let's pay attention to a story. It's story time. Here is what I found. Can I tell a story from this? Yes, I should find out a perfect story suitable for this season. Yes, I got it. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ. ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗമായ
യഹൂദ്യ എന്ന സ്ഥലത്ത് ഹെരോദ എന്ന രാജാവ് ഭരിച്ചിരുന്ന കാലം വടക്കൻ പട്ടണമായ നസ്രത്തിൽ വസിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ ഒരു വിശേഷ കാര്യം അറിയിക്കുവാനായി അയച്ചു. കന്യകയുടെ പേര് മറിയം എന്നായിരുന്ന അവൾ വളരെ ദയാലുവും സൽഗുണ സമ്പന്നയുമായിരുന്നു. ജോസഫുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഗബ്രിയേൽ മാലാഖ മറിയയോട്, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മറിയ വളരെ ആശ്ചര്യപ്പെട്ടു. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം? അവൾക്ക് മനസ്സിലായില്ല. മറിയേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നിനക്ക് കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ ദൈവപുത്രനാകുന്നു. അവന്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. മറിയാകെ അസ്വസ്ഥയായി. എങ്കിലും അവർ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ ജീവിക്കുന്നത് കർത്താവിനെ സേവിക്കാനാണ്. നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും? ഗർഭം ധരിക്കാൻ ഞാൻ വിവാഹിതയല്ലല്ലോ. ശുദ്ധാത്മാവിന്റെ വരം നിന്റെ മേൽ വരും. അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. നിന്റെ ചാർച്ചക്കാരിയായ വന്ധ്യയും വൃദ്ധയുമായ എലിസബത്ത് കുട്ടികൾ ഉണ്ടാകുകയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ താമസിയാതെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവനെ യേശുവിന് വഴിയൊരുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതിനുശേഷം ഗബ്രിയേൽ ദൂതൻ അപ്രത്യക്ഷനായി. പരിശുദ്ധ കന്യക മറിയാം അവിടെ നിന്ന് സക്കറിയ പുരോഹിതന്റെയും എലിസബത്തിന്റെയും ഭവനത്തിലേക്ക് വന്നു. പരിശുദ്ധ ദൈവമാതാവിനെ കണ്ടപ്പോൾ എലിസബത്ത് വളരെയധികം സന്തോഷിച്ചു. ദൈവം തന്റെ പുത്രന്റെ മാതാവായി തെരഞ്ഞെടുത്ത വിവരം എലിസബത്തിന് അറിയാമായിരുന്നു. മറിയ എലിസബത്ത് ഒപ്പം 3 മാസം താമസിച്ചു. മറിയ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ജോസഫ് വളരെയധികം വ്യാകുലപ്പെട്ടു. വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ചിന്തിച്ചിരിക്കവേ സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദാവീദിന്റെ പുത്രനായ ജോസഫെ, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജഡതയിൽ അവരുടെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യോസേഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അവൻ മറിയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. ആ കാലത്തെ മറിയയും ജോസഫും താമസിച്ചിരുന്ന സ്ഥലം റോമൻ സാമ്രാജ്യത്തിലെ ഭാഗമായിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും നികുതി നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഒരു പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. ആ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി എല്ലാവരും അവരവരുടെ നഗരങ്ങളിലേക്ക് തിരിച്ചു പോകണമായിരുന്നു. ജോസഫ് ദാവീദ് വംശത്തിൽപ്പെട്ട ആളായതിന് പട്ടികയിൽ പേര് ചേർക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും ദാവീദൻ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയയുമായി യാത്ര പുറപ്പെട്ടു. മറിയയും ജോസഫും നസ്രത്തിൽ നിന്നും 70 മൈൽ സഞ്ചരിച്ചു. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ബേത്ലഹേമിൽ എത്തി. മറിയ വളരെ ക്ഷീണിക്കുകയാണ്. ജോസഫ് താമസിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. അടുത്തുള്ള സത്രത്തിൽ ഒരാളോട് ജോസഫ് ചോദിച്ചു, രാത്രി വിശ്രമിക്കുവാനായി ഒരു സ്ഥലം തേടുകയാണ്. ഇവിടെ താമസിക്കാൻ ക്ഷമിക്കണം, ഇവിടെ മുറികൾ ഒന്നും ഒഴിവില്ല എന്ന് അയാൾ മറുപടി. ജോസഫ് അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മുറികൾ ഒന്നും ലഭിച്ചു. മറിയയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു സത്ര ഉടമയ്ക്ക് അവരോട് സഹതാപം തോന്നി. അദ്ദേഹത്തിന് ഒഴിഞ്ഞ മുറിയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവരെ അവിടുത്തെ തൊഴുത്തിൽ തങ്ങുവാൻ അനുവദിച്ചു. രാത്രി കുറെ നേരമായി ആകാശത്തെ നക്ഷത്രങ്ങൾ തിളങ്ങി. ഒടുവിൽ മറിയയുടെ കുഞ്ഞ് ജനിച്ചു. മറിയ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആരോഗ്യവാനായ കുഞ്ഞിനെ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. പുല്ലുകൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുഞ്ഞിനെ കിടക്കയായ പുൽത്തൊട്ടിൽ കിടത്തി. ദൂതൻ പറഞ്ഞതുപോലെ ജോസഫും മറിയയും കുഞ്ഞിനെ യേശു എന്ന് പേരിട്ടു. ബേത്ലഹേം എന്നൊരു സ്ഥലത്തില് ഒരു ഭാഗത്ത് ആട്ടിടയന്മാര് ആടുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
പെട്ടെന്നൊരു വെളിച്ചമുണ്ടായി, പെട്ടെന്നൊരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴെന്താ നോക്കുമ്പം ഒരു ദൂതൻ പ്രകാശപ്പെട്ട് താഴെ വന്നപ്പം ആട്ടിടയന്മാര് പേടിച്ചു പോയി. പേടിച്ചു പോയപ്പോ എന്തുവായി? ആരോ വന്നെന്ന പോലെ. അപ്പൊ ആ ദൂതൻ ദൈവദൂതനായിരുന്നു. അത് ദൈവദൂതൻ ഈ ആട്ടിടയനോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തുവാണ് ആ സന്ദേശം? സന്ദേശം പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാനായ രാജാവ് നിങ്ങൾക്ക് വേണ്ടി രക്ഷകനായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അത് പുൽത്തൊട്ടിയിൽ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ പോയി അന്വേഷിച്ച് കണ്ടെത്തുക. എന്തുവാ? ആ കുഞ്ഞിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഒരു വലിയ രാജാവ് അല്ലെങ്കിൽ ഒരു രക്ഷകൻ ജനിക്കുമ്പോൾ ആകാശത്തിൽ ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. രക്ഷകനെ കണ്ടെത്തി സമ്മാനങ്ങൾ കൊടുക്കുവാനായി അവർ പുറപ്പെട്ടു. ജ്ഞാനികൾ തങ്ങൾ പഴയ രചനകളിൽ വായിച്ചതുപോലെ അസാധാരണമായി ഉദിച്ച ആ പുതിയ നക്ഷത്രത്തെ പിന്തുടർന്ന് യേശു ജനിച്ച സ്ഥലമായ പുൽത്തൊട്ടി വരെ എത്തിച്ചേർന്നു. ആട്ടിടയന്മാർ തിരികെ മടങ്ങുമ്പോൾ മാലാഖ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ആകാശത്ത് ശോഭയുള്ള ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. വിദൂര സ്ഥലത്തുള്ള ചില ജ്ഞാനികൾ നക്ഷത്രങ്ങൾ കണ്ട് യാത്ര ചെയ്യുമായിരുന്ന വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരായിരുന്നു അവർ. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സമൃദ്ധി. അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂമിയിൽ സമൃദ്ധി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ ഉച്ചത്തിൽ പാടി. ജോസഫിനെയും മറിയയും പുൽത്തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന ഉണ്ണിയേശുവെയും അവർ കണ്ടെത്തി. യേശുവിനെ കണ്ടപ്പോൾ ആട്ടിടയന്മാർ തങ്ങളുടെ രക്ഷകന്റെ മുൻപാകെ മുട്ടുകുത്തി വന്ദിച്ചു. യേശുവിനെ കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു. അവർ യേശുവിനെ കൊന്നിട്ട് ആരാധിച്ചു. എന്നിട്ട് സ്വർണ്ണവും കുഞ്ഞിനെ കാഴ്ച ജനനത്തെ കുറിച്ചുള്ള അത്ഭുതമാണ് അറിയാമേ. This is the magnificent story of the birth of our Lord Jesus Christ, narrated to you by the eloquent storytellers of St. George Orthodox Martha Maria Vanida Samajam. It was such a delight to find the super mothers of our church get together and give us an amazing story. Thank you very much, Martha Mariam Samajam, Vanida Samajam. It was a treat to watch. Now, please allow us to take you on a tour down the memory lane. Here's a little throwback video. Oh, Jesus Christ is born in Bethlehem. Oh, wonderful. Oh, wonderful. Oh, what a wonderful. ശരിക്കും ഉഗ്രൻ ടീമല്ലേ അവന്റെ. Мире не осталось искренних чувств. Я теперь иду и тут каждую боюсь.
A mixed bag of emotions is how I would describe the video. പിഷാരടി പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ ഒരു ഉഗ്രൻ ടീമാണല്ലേ. The world has truly transformed. It is quite unusual that we've had to sing carols without visiting the homes of our beloved ones. However, that shouldn't be a reason for us to not enjoy caroling. Lighten up as we present to you the virtual carols.
All good things must come to an end. Behind the successful execution of every program, there is a team working behind the scene. Now, I would like to invite Babu Achacha to render the vote of thanks. Thank you, Shane. Good evening, everyone. Saying thank you is the best way to show our gratitude to our beloved members who made the celebration happen in spite of the challenging times of the pandemic. Everyone has adapted to the new challenges and new technologies to make our Christmas celebration pleasant and very meaningful. I have a long list of people to thank, which shows the enormous amount of work that has happened in the background. First of all, thanks to Almighty for safeguarding us during the difficult times and guiding all through our Christmas celebrations and showering His blessings. I would like to thank our chief guest for the day, Aji Chen, for accepting our request and delivering the Christmas message. Thank you for the wonderful message, Achan. Thanks to our own Ebi Achan for leading us in today's prayer. Thank you for being with us during all our good and difficult times, Achan. Thanks to Miss Jisha for accepting the Bible reading and leading us in Christmas message. Thank you, Jisha. Thanks to Mrs. Vinita Johnson for the welcome address. That was a very warm welcome and introduction to our Christmas celebrations. Our youth members, as always, have been proactive in getting the Christmas season started with the decorations to the church and letting us know that Christmas is around the corner. Thank you so much, youth members. It means a lot to all of us. Huge thanks to Sujayanti and our Sunday school teachers for leading the Sunday school children to play their part in the Christmas celebrations. Our Sunday school has been a blessing to the students with the able guidance of the headmistress and the teachers. The parents need a special mention for taking special efforts all through to get the children to participate in a meaningful way. Thank you, parents. You all have been very cooperative and encouraging. The children have never shied away from any of the church activities in spite of their educational commitments. Thanks a lot, children. I'm sure you are immensely blessed by the God Almighty. Our Martha Maria Samajam and its members have always been active participants in all our church events. Thanks to the trustee, Meena Auntie, Secretary Shirley Auntie, and the members. Thanks to all participants who put in the efforts to deliver the Christmas message. Your efforts are simply amazing. A special mention of thanks to Sujayanti for being the engine behind the idea and for all the content preparation. Our carols had to be remote this time, but still the enthusiasm of our convener Reggie Uncle has never been less. Thanks to Reggie Uncle and our carols team to make it happen remotely. Making this whole celebration happen remotely is no mean task. There is a lot of work that has gone in the background on the technical front. A big thanks to Matthews and Sherwin for all the editing and mixing work. Without your efforts, we couldn't have achieved this. And today's program is compared by Shane. Thank you so much, Shane, for carrying out the program in a very flawless and well synchronized manner. Thanks to our trustee Suresh Uncle, Secretary Philip Uncle, and the committee members who have been our support and guide all through in all our church-related activities and celebrations. We also have families from HVF Church and relatives of our members who have joined our Christmas celebrations from various parts of the world. Many thanks for making time and joining us. Many thanks to all our members and people who have joined the Christmas programs from various parts of the globe. Thank you so much for making time for us and joining the program. As we always say, last but not the least, a big thanks goes to our Joshpi Achan, Kochama, and Jeevan for supporting and guiding us for the Christmas celebrations. You have been our rock for every initiative in the church. Thank you so much, Achan, Kochama, and Jeevan. Finally, thanks to Philip Uncle for bouncing the idea of virtual Christmas program, as Achan mentioned in the beginning, and others for supporting the idea and making it a big success. Our Shaji Chayan, as always, supported us with the Zoom platform, without which we couldn't have met virtually. A huge thanks to Shaji Chayan as well. Once again, thanks to the Almighty for being with us and guiding us. Thank you.
Thank you very much, Babu Achacha, for the words of encouragement. I request Ajiyachan to lead the closing prayer and the benediction. Love of God the Father, grace of only begotten Son, communion and indwelling of Holy Spirit, be with us forever and ever. Amen. Acha, thank you very much. Happy Christmas, Acha. Same to you, Acha. Same to you. Thank you. Ebi Achanam, thank you. Merry Christmas. Thank you. Ellavarkum Merry Christmas. Thank you for your participation. Same to you.